ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്റ്റർ, വീണ്ടെടുക്കുന്ന ക്രിസ്തു, റൂത്ത്, എസ്തേർ പുസ്തകങ്ങളിലൂടെ പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായം, ടു ബോസ് ദ റിഡീമർ, ബോസ് എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അവസാനിച്ചത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? റൂത്ത് ആൻഡ് നവമി ഇൻ ബേത്ത്ലഹേം അറ്റ് ദ ബിഗിനിങ് ഓഫ് ബാർലി ഹാർവെസ്റ്റ്. യവക്കൊയ്ത്ത് ആരംഭകാലത്ത് റൂത്ത് നവമിയും തിരിച്ച് ബേത്ത്ലഹേമിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിലെ ഏറ്റവും അവസാന ഭാഗത്ത് കണ്ടതല്ലേ. അതുപോലെ 2-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാന ഭാഗം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദി ഹാർവെസ്റ്റ് ഓഫ് ബാർലി ആൻഡ് വീറ്റ് എൻഡഡ്, അതായത് യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്ത് കാലഘട്ടവും അവസാനിച്ചു. അപ്പൊ റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈവൻസ് ആഫ്റ്റർ ദ ഹാർവെസ്റ്റ്, അതായത് വിളവെടുപ്പിന് ശേഷമുള്ള സംഭവങ്ങളുടെ വിശദീകരണമാണ് നമുക്ക് റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞു, വിളവെടുപ്പ് കഴിഞ്ഞു, ഇനിയും എന്താണ് ആവശ്യം? ഇത്രയും കാലം റൂത്ത് നമ്മയോടൊപ്പമാണ് ജീവിച്ചത്. അപ്പം ഈ ഒരു അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് തന്നെ സീക്കിംഗ് എ സ്യൂട്ടബിൾ ആൻഡ് സേഫ് ഷെൽട്ടർ ഫോർ റൂത്ത്. റൂത്തിന് സുരക്ഷിതമായ ഒരു വിശ്രാമ സ്ഥലം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ. അപ്പം അതിനു വേണ്ടിയിട്ട് നവമി നടത്തുന്നതായിട്ടുള്ള ഒരു പ്ലാനിങ്ങും, അതിനുശേഷം ഇതേ പ്ലാനിങ്ങിനെ റൂത്തിൻ്റെതായ രീതിയിൽ നടത്തുന്ന ഒരു പ്ലാനിങ്ങും, അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ബോസ് നടത്തുന്ന ഒരു പ്ലാനിങ്ങുമാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഒക്കെ പ്ലാനിങ്ങിന്റെ മുകളിൽ കൂടെ ദൈവത്തിന്റെ ഒരു വലിയ പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ട് ാണ് ഈ അധ്യായത്തിന്റെ പ്രത്യേകത. അതിനെപ്പറ്റി അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, 1-ാമത്തെ ഭാഗം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നവമീസ് പ്ലാൻ ടു സെക്യൂർ റെസ്റ്റ് ഫോർ റൂത്ത്, റൂത്തിന് വിശ്രമം ഉറപ്പിക്കുവാനുള്ള നവമിയുടെ ജ്ഞാനം നിറഞ്ഞ പദ്ധതിയാണ് നമുക്ക് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി 6 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ഈവൻസ് ഇൻ ത്രഷിംഗ് ഫീൽഡ്, അതായത് അനുസരണയോടുകൂടി റൂത്ത് ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്, മെതിക്കളത്തിൽ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയും അവസാന ഭാഗം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്ലാനിനും പദ്ധതിക്കും ഒക്കെ ബോവസിന്റെ പ്രതികരണം എപ്രകാരമായിരുന്നു? ബോവസിന്റെ ദൈവീക പ്രതികരണം, ബോവസസ് ഡിവൈൻ റെസ്പോൺസ്, ഇതാണ് നമുക്ക് ഏറ്റവും അവസാന ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പം ജ്ഞാനം നിറഞ്ഞ ഒരു പ്ലാനിടിയില് 2 എന്താണ്? അനുസരണ നിറഞ്ഞതായിട്ടുള്ള ഈ പ്ലാനിന്റെ എക്സിക്യൂഷൻ, ഇതിന് ദൈവികമായിട്ടുള്ള പ്രതികരണം, ഇതാണ് നമുക്ക് റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് 1-ാമത്തെ ഭാഗത്തിലേക്ക് നോക്കാം. നവമീസ് പ്ലാൻ ടു സെക്യൂർ റെസ്റ്റ് ഫോർ റൂത്ത്. റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നവമി എന്ന് പറയുന്ന അമ്മായിയമ്മ തന്റെ മരുമകൾക്ക് ഒരു യഥാർത്ഥ വിശ്രാമ സ്ഥലം വേണം എന്നുള്ളത് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതോടൊപ്പം അവളുടെ രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പാകുന്ന ഒരു സ്ഥലം കണ്ടെത്തുവാനുള്ള ഒരു അമ്മായിയമ്മയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ നവമി ഈസ് ട്രൈയിങ് ടു ഫൈൻഡ് a true home for her daughter-in-law, ensuring her rescue and redemption. ഇവിടെ വലിയ ഒരു മാറ്റമാണ് നമുക്ക് റൂത്തിൽ നവമിയിൽ കാണാൻ സാധിക്കുന്നത്, അല്ലെ? കാരണം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാം പോയി, അല്ലെങ്കിൽ തന്റെ ഭർത്താവും മക്കളും ഒക്കെ മരണപ്പെട്ടു പോയി, ഇനിയും ഈ മരുമക്കളെയും കൂടെ അനുഗ്രഹിച്ച് അവരെയും കൂടെ ഒഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ഒരു നവമിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നവമി അവിടെ ഇപ്രകാരമാണ് തന്റെ മരുമക്കളെ അനുഗ്രഹിക്കുന്നത്. എന്താണ്? May the Lord grant that each of you will find rest in the home of your husband. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി വിശ്രമം പ്രാപിക്കുവാൻ തക്കവണ്ണം യഹോവ നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അതായത് അവരിനിയും ഒരു വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ അവർക്ക് വിശ്രാമം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്ന നവമിയാണ് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ
ഈ രക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വിശ്രാമം എന്ന് പറയുന്നത് അങ്ങ് മോവാബ് ഇവരെന്തിനു വേണ്ടിയാണ് ഇവിടെ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി, ക്ഷാമത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് മോവാബിലേക്ക് പോയത് അല്ലേ. എന്നാൽ ഈ രക്ഷയും വിശ്രാമവും ഒന്നും മോവാബ്യ വയലുകളിലല്ല, മറിച്ച് ദൈവജനത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ മരുമകൾക്ക് രക്ഷയും വിമോചനവും വീണ്ടെടുപ്പും ഉറപ്പുവരുത്തുന്ന അമ്മായിയമ്മയായ നവമിയെയാണ് നമുക്ക് ഈ 3-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഈ ആഗ്രഹമാണ് നവമി രൂത്തിനോട് വെളിപ്പെടുത്തുന്നത്. ഇനി ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പൊതുവെ മാതാപിതാക്കളാണ് തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനയൊക്കെ നടത്തുന്നത് അല്ലേ. എന്നാൽ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത അമ്മായിയമ്മയാണ് മരുമകൾക്ക് വേണ്ടിയിട്ട് വിവാഹം നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രൂത്തിന്റെ 2-ാം വിവാഹം നിശ്ചയിക്കുന്നത് അവളുടെ അമ്മായിയമ്മയായ നവമിയാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പം ആദ്യ ഭാഗം നമ്മൾ പറഞ്ഞു, ദ ഐഡിയ ഈസ് ടു ഹാവ് എ സേഫ് ആൻഡ് സെക്യൂർ റെസ്റ്റ് പ്ലേസ് ഫോർ റൂത്ത് അല്ലെ. അതിനുവേണ്ടിയുള്ള നവമിയുടെ പ്ലാനിങ് ആണ് നമുക്ക് ഇനി കാണാൻ സാധിക്കുന്നത്. കുറച്ച് പ്ലാനിങ്ങും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നവമി അവിടെ രൂത്തിന് നൽകുന്നു. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, ബോസ് നമ്മുടെ ചാർച്ചക്കാരനാണ്, ബോസ് ഇസ് അവർ റിഡീമർ അല്ലെങ്കിൽ ബോസ് ഇസ് അവർ കിൻസ്മാൻ. അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം പാറ്റുന്നു. നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. വാഷ് therefore and anoint yourself and put on your cloak and go down to the threshing floor. അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ഡു നോട്ട് മേക്ക് യുവർ സെൽഫ് നോൺ ടു ദ മാൻ അൺടിൽ ഹി ഹാസ് ഫിനിഷ്ഡ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. ഒരു ബൈബിള് കണ്ട ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പ്ലാനിങ് എന്ന് പറയാം അല്ലെ. ഒരു അമ്മായിയമ്മ തന്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്ലാനിങ് ആണ് നമ്മൾ ഈ കേൾക്കുന്നത്. അപ്പം ഈ ഒരു പ്ലാനിങ്ങിന്റെ എക്സിക്യൂഷൻ, അനുസരണം നിറഞ്ഞ ഒരു എക്സിക്യൂഷൻ ആണ് നമുക്ക് 2-ാമത്തെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. 6 മുതൽ 13 വരെയുള്ള ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പുസ്തകത്തിൽ ഈ ഒരു അധ്യായത്തിന്റെ സെറ്റിംഗ് ആകെ മൊത്തം മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ഭാഗത്ത് ഒരുപക്ഷെ വീടിന്റെ അകത്തിരുന്ന് നവമിയും രൂത്തും കൂടെ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആയിരിക്കാം അത്. ഈ ഒരു 6 മുതൽ 13 വരുമ്പോഴത്തേക്ക് 13 വരെയുള്ള വാക്യങ്ങൾ വരുമ്പോഴത്തേക്ക് എന്താണ്? ഈവൻസ് ഇൻ ദ ത്രെഷിംഗ് ഫീൽഡ്, മെതിക്കളത്തിൽ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി നവമി രൂത്തിനോട് പറഞ്ഞു ഇന്ന് രാത്രി എന്താണ് ഇന്ന് രാത്രിയുടെ പ്രത്യേകത? ഹീസ് വിന്നോയിങ് ബാർലി ടു നൈറ്റ്. അവൻ ഇന്ന് രാത്രി യവം തൂറ്റുകയാണ്, യവം പാറ്റുകയാണ് എന്നാണ് പറയുന്നത്. തൂറ്റുക എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാറ്റുക എന്നുള്ള വാക്കിന്റെ അതേ അർത്ഥത്തിലാണ്. ഈ പാറ്റുക എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ആഫ്റ്റർ ത്രെഷിംഗ് ദ ഗ്രെയിൻ മസ്റ്റ് ബി വിന്നോഡ് ടു റിമൂവ് ദ chaff. അതായത് മെതി കഴിഞ്ഞു കഴിഞ്ഞാൽ യവത്തിൽ നിന്ന് പതിർ നീക്കേണ്ടതിന് ധാന്യം തൂറ്റും അല്ലെങ്കിൽ ധാന്യം പാറ്റുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് വിന്നോയിങ് അല്ലെങ്കിൽ പാറ്റുക എന്ന് പറയുന്നത്. നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പാറ്റുക എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ കണ്ടിട്ടെങ്കിലും ഉണ്ടാകും അല്ലെ പാറ്റുന്ന പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഒരു കാറ്റിൽ പറത്തി വേർതിരിക്കൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. കതിരിനെ പതിരിൽ നിന്നും കാറ്റിൽ പറത്തി ഒരു വേർതിരിക്കലാണ് നമുക്ക് അവിടെ നടക്കുന്നത്. നമ്മൾ ഈ കാറ്റിൽ പറത്തി പതിർ വേർതിരിക്കുക അല്ലെങ്കിൽ പാറ്റുക എന്നുള്ളത് നമ്മൾ മറ്റൊരിടത്ത് കണ്ടിട്ടുണ്ട്. എവിടെയാണ്? സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം നമ്മൾ ബേസിക്കലി ഇവിടെ പറഞ്ഞു വന്നത് ഈ പതിർ എന്ന് പറയുന്നത് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇത് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ഈ ഒരു പാറ്റുക എന്നുള്ളൊരു അവസ്ഥ നമുക്ക് ജീവിതവുമായിട്ടൊന്ന് റിഫ്ലക്ട് ചെയ്യാം. അതായത് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മളെ പാറ്റുവാൻ തക്കവണ്ണം 2 പേരുണ്ട്. ഒന്ന് സാത്താനും ഒന്ന് ക്രിസ്തുവും. ഇവിടെ കതിർ എന്ന് പറയുന്നത്, ധാന്യം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സത്ത, നമ്മുടെ ഗുഡ്നെസ്, വെൽനെസ്, നമ്മുടെ ഉള്ളിലെ നന്മയൊക്കെയാണ് കതിർ എന്ന് പറയുന്നത്. പതിർ എന്ന് പറയുന്നത് എന്താണ്? പുറമോടികൾ അല്ലെങ്കിൽ അഹങ്കാരം, തിന്മയായിട്ടുള്ളതെല്ലാമാണ്
പതിർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ പാറ്റുന്ന രണ്ടുപേരുണ്ട്. ആരൊക്കെയാണ്? സാത്താനും ക്രിസ്തുവും. സാത്താൻ എന്ന് പറയുന്ന പാറ്റുകാരന്റെ ആഗ്രഹം എന്താണ്? ഉള്ളിലെ കതിരെല്ലാം അങ്ങ് നശിച്ചു പൊക്കോട്ടെ, കുഴപ്പമില്ല. പതിര്, അതായത് ഈ പുറമോടിയും അഹങ്കാരവും തിന്മയും ഒക്കെ മുന്നിൽ ഇങ്ങനെ നിന്നാ മതി. ഇതാണ് സാത്താന്റെ ആഗ്രഹം. ക്രിസ്തുവിന്റെ ആഗ്രഹം എന്താണ്? പതിര് മുഴുവൻ, പതിരിന്റെ ഒരു വിലയുമില്ലാത്ത ഒരു പതിരിന്റെ അംശം പോലും ഉണ്ടാകാൻ പാടില്ല. കതിര് മുഴുവനായിട്ട് സൂക്ഷിക്കണം. ക്രൈസ്റ്റ് ഡിസയേഴ്സ് ടു പ്രൊട്ടക്ട് ദി ഗ്രെയിൻ ആൻഡ് നോട്ട് വൺ ലിറ്റിൽ ബിറ്റ് ഓഫ് ചാഫ് ഷുഡ് റിമെയിൻ ബിക്കോസ് ചാഫ് ഇസ് ഓഫ് നോ വാല്യൂ. ഇതാണ് ക്രിസ്തുവിന്റെ ആഗ്രഹം. അപ്പം ഈ കാറ്റടിക്കുന്ന സമയത്ത്, ഈ മെരിക്കളത്തിലെ ഒരു കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാറ്റടിക്കുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഉടയവർ സാധാരണ എന്ത് ചെയ്യും? പതിരനെ മാറ്റാനും കതിരനെ എന്ന ധാന്യത്തെ സൂക്ഷിക്കുവാനും വേണ്ടിയിട്ട് ഇറങ്ങും, അല്ലേ? അപ്പൊ കാറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ സിമ്പലാണ്? ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സിമ്പലാണ്. അപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പതിരനെ നീക്കം ചെയ്യുവാനും കതിര് അല്ലെങ്കിൽ നല്ലതിനെ സംരക്ഷിക്കുവാനും ഉള്ള ഒരു ആഹ്വാനമാണ് ഈ ഒരു അധ്യായത്തിന്റെ സെറ്റിംഗ് നമുക്ക് നൽകുന്നത്. ഇറ്റ് ഈസ് എൻ എക്സോർട്ടേഷൻ ടു റിമൂവ് ദ ചാഫ് ആൻഡ് ടു പ്രിസർവ് വാട്ട് ഈസ് ഗുഡ് ഇൻ ദ ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്. അപ്പം ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് തരുന്നതായിട്ടുള്ള ഒരു മെസ്സേജിനെ പറ്റിയാണ് പറഞ്ഞത്. തിരിച്ച് നമുക്ക് മെതിക്കളത്തിലെ സംഭവങ്ങളിലേക്ക് തന്നെ വരാം. ഇവിടെ രൂത്ത് എന്താണ്? രൂത്ത് നമ്മുടെ നവമയുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേട്ടുകൊണ്ട് വളരെ അനുസരണയോടെ മെതിക്കളത്തിലേക്ക് വന്ന് എന്ത് സംഭവിച്ചു? അവൻ തിന്നു കുടിച്ച് കഴിയുന്നിടം വരെ കാണാതൊക്കെ തന്നെ നടന്നു. അതിനുശേഷം നവമയുടെ നിർദ്ദേശപ്രകാരം പതിർ മാറ്റിയ യവത്തിന് കാവൽ കിടക്കുന്ന ബോവസ് കിടക്കുന്ന സ്ഥലത്ത് കടന്നു ചെന്ന് അവന്റെ കാലിലുള്ള പുതപ്പ് നീക്കി അവന്റെ കാൽക്കൽ കിടക്കുകയാണ്. ഇവിടെ നമുക്കൊക്കെ ഒരു ചോദ്യം ഉണ്ടാകാം, അല്ലെ? രൂത്ത് ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീയാണ്. അപ്പം നവമിക്ക് വീണ്ടെടുപ്പിന്റെ ഒക്കെ പ്ലാനിങ് ഉണ്ടായിരിക്കും. എന്താണ് രൂത്തിന് ഇതേ പറ്റിയുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ? അതിനുള്ള ഉത്തരവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, obedience to Naomi's instructions indicates that Ruth has no objection in accepting Boaz as her husband. നവമയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത്, ബോസിനെ ഭർത്താവായി സ്വീകരിക്കുന്നതിൽ രൂത്തിന് വിരോധമില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നു. വിരോധമില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്നു. ഇനി രണ്ടാമതായിട്ട് രൂത്ത് അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? I am your servant Ruth. Spread the corner of your garment over me, since you are a redeemer of our family, indicates her consent for marriage. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടേണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് രൂത്ത് പറയുമ്പോൾ അത് അവളുടെ വിവാഹത്തിനുള്ള സമ്മതമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പം രൂത്തിന് ഈ ഒരു സംഭവങ്ങളോടുള്ള രൂത്തിന്റെ ആറ്റിറ്റ്യൂഡ് അത് തികച്ചും വെറുതെ ഒരു അനുസരണം മാത്രമല്ല, എന്നാൽ നവമയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിലൂടെ ബോവസിനെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നതിന് രൂത്തിന് വിരോധമില്ല എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പടിയന്റെ മേൽ ഇടേണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് പറയുന്നതിലൂടെ അവളുടെ വിവാഹത്തിനുള്ള സമ്മതത്തെയുമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഒക്കെയാണല്ലോ രണ്ട് ഭാഗങ്ങൾ. അതായത് നവമയുടെ പ്ലാനിങ്ങും കഴിഞ്ഞു, രൂത്തിന്റെ എക്സിക്യൂഷനും കഴിഞ്ഞു. ഇനി എന്താണ്? ബോവസിന്റെ പ്രതികരണം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എവിടെയെങ്കിലും തെറ്റിയിരുന്നെങ്കിൽ ഇത് മുഴുവൻ അങ്ങ് താളം തെറ്റിപ്പോയനെ വരുന്നല്ലേ. ഇവിടെ ഇതിനെല്ലാം ഏറ്റവും അവസാനം ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് എന്താണ്? ഇവിടെ ബോവസിന്റെ ദൈവികമായിട്ടുള്ള പ്രതികരണം. രാത്രിയിൽ ഒരു സ്ത്രീ കാൽക്കൽ കിടക്കുന്ന കാണുമ്പോൾ ബോവസിന്റെ വായിൽ നിന്ന് ആദ്യം വരുന്ന വാക്ക് എന്താണ്? അനുഗ്രഹത്തിന്റെ വാക്കുകളാണ്. ഹി ബ്ലെസ്സസ് റൂത്ത്, അവൻ രൂത്തിനെ അനുഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, ഹി മെയിൻറ്റെയിൻ ദ സാങ്ക്ടിറ്റി ഓഫ് ഹിസ് ഇന്റൻഷൻസ് ആൻഡ് ഹിസ് സെൻസ് ഓഫ് എത്തിക്സ് ആൻഡ് മൊറാലിറ്റി. അവൻ തന്റെ സാൻമാർഗിക ബോധവും നിയമങ്ങൾ പാലിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശ ശുദ്ധിയും അവിടെ നിലനിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ഇവിടെ നിയമത്തിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്? അതായത് രൂത്തിനെ സംബന്ധിച്ചിടത്തോളം ബോവസിന് അറിയാം തന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ രൂത്തിനുണ്ട് എന്ന് ബോവസിന് അറിയാം. ഇതിന് നമ്മൾ അല്പം കുറച്ചൊന്ന് ചരിത്രത്തിലേക്ക് പോകണം. ആവർത്തന പുസ്തകം 25-ാം അധ്യായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മക്കളില്ല എന്നുണ്ടെങ്കിൽ ഈ സഹോദരന്റെ ഭാര്യയെ ഈ മറ്റ് സഹോദരനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനോ വീണ്ടെടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ഇതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇസ്രായേലിൽ ആ മരിച്ചുപോയ സഹോദരന്റെ വംശാവലി അവിടെ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ അത് കണക്കിടാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്, മക്കളില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഏറ്റവും അപ്പം ഇങ്ങനെ ഒരു വീണ്ടെടുപ്പുകാരനോ അല്ലെങ്കിൽ സഹോദരനോ ഇവളെ വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹോദരൻ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീണ്ടെടുപ്പുകാരന് ഇവളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന ഏറ്റവും അടുത്ത ചാർച്ചക്കാരനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇതാണ് ഈ ഒരു ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ രൂത്തിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കുറച്ചും കൂടി ഒരു ക്ലോസർ റിലേറ്റീവ് ഉണ്ട് എന്നുള്ളത് ബോവസിന് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ നിയമം പാലിക്കപ്പെടണം എന്നുള്ള ഒരു സന്മാർഗ ചിന്താഗതി അല്ലെങ്കിൽ നല്ല ഒരു ഉദ്ദേശശുദ്ധി നമുക്ക് അവിടെ ബോവസിൽ കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് രൂത്തിന് അവിടെ ഒരു ഉറപ്പ് ബോസ് നൽകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കി വിടുവല്ല. ഹി പ്രോമിസ്ഡ് റൂത്ത് ദാറ്റ് he himself will redeem her if their close relative is not ready to do so. അവരുടെ അടുത്ത ബന്ധു ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ താൻ തന്നെ അവളെ വീണ്ടെടുക്കും എന്ന് രൂത്തിന് അവിടെ ഉറപ്പ് നൽകുകയാണ്. നാലാമതായിട്ട് വെറുതെ അവളെ ഇതെല്ലാം പറഞ്ഞയക്കുകയല്ല, പിന്നെയും ആ ഉറപ്പൊന്ന് ഉറപ്പിക്കാൻ തക്കവണ്ണം ബോസ് സെൻസ് റൂത്ത് ഓഫ് വിത്ത് 6 measures of barley as a gift to നവമി. നവമിക്ക് സമ്മാനമായിട്ട് ബോസ് 6 ഇടങ്ങഴി യവം നൽകി രൂത്തിനെ അയച്ചു എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ പ്രോമിസ് ദാറ്റ് റിഡംഷൻ ഓഫ് റൂത്ത് ഇസ് അഷ്വർഡ്. ഈ ഒരു യവത്തിന്റെ സമ്മാനം എന്നത് രൂത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും എന്നുള്ള വാഗ്ദാനമാണ്. എന്താണ് ഓർത്തിരിക്കണം, ഈ യവത്തിന്റെ സമ്മാനം എന്ന് പറയുന്നത് രൂത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും എന്നുള്ള വാഗ്ദാനമാണ്. ദ ഗിഫ്റ്റ് ഇസ് എ പ്രോമിസ് ദാറ്റ് റിഡംഷൻ ഓഫ് റൂത്ത് ഇസ് അഷ്വർഡ്. അതുപോലെ തന്നെ 6 എന്നുള്ള സംഖ്യയെ പറ്റി നമ്മൾ നേരത്തെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ അൺഫുൾഫിൽഡ് എന്നുള്ള ഒരു പൂർണ്ണമായിട്ടില്ല, പൂർണ്ണതയുടെ സംഖ്യ അല്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീണ്ടെടുപ്പ് നടക്കുന്നതിലൂടെ ഇത് പൂർണ്ണമാകും എന്നുള്ള ഒരു ഉറപ്പിന്റെ അടയാളം കൂടിയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. ദി നമ്പർ 6 indicates incomplete or unfulfilled states which gets complete or fulfilled through redemption എന്നുള്ളതാണ്. അപ്പം ഇത്രയുമേ ഉള്ളൂ ഈ 3-ാമത്തെ അധ്യായത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നവമീസ് പ്ലാൻ ടു സെക്യൂർ റെസ്റ്റ് ഫോർ റൂത്ത്. രൂത്തിന് ഒരു വിശ്രമം ഉറപ്പിക്കുവാനുള്ള നവമിയുടെ പദ്ധതിയാണ് കാണാൻ സാധിക്കുന്നത്. 2-ാമത്തെ ഭാഗത്ത് ഈവൻസ് ഇൻ ദ ത്രഷിംഗ് ഫീൽഡ്, മെതിക്കളത്തിലെ സംഭവങ്ങൾ, മെതിക്കളം നമുക്ക് നൽകുന്ന ചിന്ത, പാറ്റുന്നതിനെ പറ്റിയുള്ള ചിന്തയാണ് 1-ാമത് നമ്മൾ കണ്ടത്. 2 ഈ ഒരു സംഭവത്തോടുള്ള രൂത്തിന്റെ ആറ്റിറ്റ്യൂഡും നമ്മൾ കണ്ടു. 3-ാമതായിട്ട് ബോവസ് ഡിവൈൻ റെസ്പോൺസ്, ബോവസിന്റെ ദൈവീക പ്രതികരണം, എപ്രകാരം അനുഗ്രഹപ്രദമായിട്ട് ബോവസ് ഈ ഒരു സംഭവത്തെ കൈകാര്യം ചെയ്തു എന്നുള്ളതും നമ്മൾ 3-ാമത്തെ ഭാഗത്ത് കണ്ടു. ഇത്രയൊക്കെയാണ് ഈ ഒരു അധ്യായത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. കേട്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിലായിട്ട് വിടുന്നതായിരിക്കും. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.